നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. CBIക്കാണ് നിർദ്ദേശം നൽകിയത്. ചോദ്യപേപ്പർ ചോർന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ മയമില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, പരീക്ഷ തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു എന്ന രാജ്യത്ത് സുപ്രീം കോടതി തന്നെ മനസ്സിലാക്കുകയാണ്. എന്തു നടപടിയാണ് കോടതി ആവശ്യപ്പെടുന്നത്? തീർച്ചയായും സുപ്രീം കോടതി ഇന്ന് കനത്ത പരാമർശങ്ങളാണ് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ NDAക്കുമെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവം, അതായത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരവിന്റെ ഒരു ഭാഗത്താണ് ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി CBIക്ക് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി നേരത്തെ കേന്ദ്രം CBI ചുമതലപ്പെടുത്തി. വരുന്ന ബുധനാഴ്ചയ്ക്കകം 2 ദിവസത്തിനുള്ളിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് CBI സുപ്രീം കോടതിക്ക് കൈമാറണമെന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എവിടെ വെച്ചാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്, ഏതൊക്കെ സെന്ററുകളിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്, ആ ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം എത്ര സമയത്തിന് ശേഷമാണ് ഈ പരീക്ഷ നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ CBIയുടെ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ വാദം കേൾക്കുന്നിടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിക്കുന്ന തരത്തിൽ ആ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുനഃപരീക്ഷ നടത്തുക എന്നതാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഏക മാർഗം. പക്ഷേ അതിന് അറിയണമെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ആഴം അറിയേണ്ടതായുണ്ട്. 1-2 കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുള്ളതെങ്കിൽ ആ മേഖലകളിൽ മാത്രമാണ് പുനഃപരിശോധന നടത്തേണ്ടത്. അതല്ല വ്യാപകമായ തോതിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടർ തീരുമാനങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് NTA എന്തു നടപടി സ്വീകരിച്ചു എന്നതടക്കം ചോദ്യം ഉന്നയിക്കുന്നുണ്ട് സുപ്രീം കോടതി. അതായത് ഈ പരീക്ഷാ ക്രമക്കേടിൽ അത് എങ്ങനെ സംഭവിച്ചു, അതിന് ഗുണഭോക്താവ് ആരാണ്, NTA ഭാഗത്തു നിന്ന് എന്ത് വീഴ്ചകളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരികയാണ്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിധിയുടെ ആദ്യ ഭാഗത്താണ് CBIയോട് ഇത്തരം ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചതെങ്കിൽ പിന്നീട് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഉത്തരവിൽ NDA സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ച്, അതായത് വരുന്ന ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ NDA സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ചോർച്ച നടന്നു എന്നതിനെ സംബന്ധിച്ച് NDA നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, NDA ഈ ചോർച്ച എവിടെ നിന്നുണ്ടായി, അതുപോലെ തന്നെ ഏതൊക്കെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഈ ചോദ്യപേപ്പർ കൊണ്ടുപോയത് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ NDAയുടെ ഭാഗത്ത് നിന്ന് വളരെ ബൃഹത്തായ ഒരു പരിശോധന ആവശ്യമാണ് എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NDA ഇതുവരെ നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ സുപ്രീം കോടതിക്ക് സമർപ്പിക്കാൻ വേണ്ടിയും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 23 ലക്ഷം പേരാണ് ഇക്കഴിഞ്ഞ നീറ്റ് UG പരീക്ഷ എഴുതിയത്. അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയോടുകൂടി മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. പക്ഷേ അറിയേണ്ടതുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു, എവിടെ ചോർന്നു, പരീക്ഷ നടന്നതിന്റെ എത്ര മണിക്കൂർ മുൻപ് ഈ ചോർച്ച സംഭവിച്ചു എന്നതടക്കം, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ചോർച്ചയുണ്ടായതെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നതടക്കം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.